യെസ്, എന്തായാലും ജില്ലകൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകൾ മുന്നണികൾ പങ്കുവയ്ക്കുന്നു, ഒപ്പം എന്താണ് ഈ അവസാന നിമിഷത്തെ കാഴ്ച എന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുനിൽ ഐസക്കും, മധ്യ കേരളത്തിലെ കാര്യങ്ങൾ എം കെ ഷുക്കൂറും, ഒപ്പം തന്നെ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഹമ്മദ് അസ്ലവും പങ്കുവയ്ക്കും. ആദ്യം എം കെ ഷുക്കൂറിലേക്കാണ്. ഷുക്കൂർ, വലിയ ആത്മവിശ്വാസം തെക്കൻ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മുന്നണികളും വച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ ഒരു ഊർജ്ജം കൂടി UDF പ്രത്യേകമായുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം തങ്ങളെ കാത്ത മണ്ഡലങ്ങളെല്ലാം തന്നെ ഇക്കുറിയും കൈവിടാതെ കൂടുതൽ മേഖലകൾ പിടിച്ചടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം LDF ഉണ്ട്. ഈ ആത്മവിശ്വാസവും ഈ അവകാശവാദവും ഒക്കെ നാളെ ഉച്ചവരെ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒടുവിൽ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് പ്രതീക്ഷകൾ ഇവർ പങ്കുവെക്കുന്നത്, അതിനൊപ്പം തന്നെ നമുക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞ വസ്തുതകൾ കൂടി. ജിൽസി, മധ്യ കേരളത്തിലെ 50 സീറ്റുകളിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന എക്സിറ്റ് പോളുകളുടെയും അതുപോലെ തന്നെ വോട്ടെടുപ്പ് ഫലങ്ങളുടെയും എല്ലാം റിസൾട്ടുകൾ വെച്ച് തങ്ങൾക്ക് അനുകൂലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വരുത്തി തീർക്കാനാണ് LDFും UDFും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗ്രൗണ്ടിലെ റിയാലിറ്റി എന്താണെന്നുള്ളത് നാളെ പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രം പുറത്തു വരുന്ന ഒരു കാര്യമാണ്. അതുവരെ അവകാശവാദങ്ങൾക്ക് സമയമുണ്ട്. നാളെ മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കോട്ടയം ഒഴിച്ച എല്ലാ ജില്ലകളിലും 3 വീതം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കോട്ടയത്ത് 5 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇന്ന് അതത് ജില്ലകളിലെ കലക്ടർമാർ, അതായത് ജില്ലാ ഭരണാധികാരികളെത്തി സജ്ജീകരണങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. എല്ലായിടത്തും സജ്ജമാണ്. നാളെ രാവിലെ 8 മണി മുതൽ തന്നെ വോട്ടെണ്ണാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ സിറ്റിംഗ് MLA അടക്കമുള്ളവർ അവരുടെ ആത്മവിശ്വാസം ഇന്നും ശക്തമായി തന്നെ പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പല അഭിപ്രായ സർവേകളും പ്രവചിച്ചതാണ്. പ്രത്യേകിച്ച് ഇടുക്കി, അതുപോലെ തന്നെ കോട്ടയം, ഒപ്പം തന്നെ എറണാകുളം, ഈ ജില്ലകളിൽ UDFന് വലിയ ആത്മവിശ്വാസമുണ്ട്. അതേസമയം തൃശ്ശൂർ പോലെയുള്ള ജില്ലകളിൽ, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിൽ LDFനും നല്ല ആത്മവിശ്വാസമുണ്ട്. തൃശ്ശൂരിൽ ഒരു സർവേയും UDFന് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ 13 സീറ്റുകളിൽ 2021 12 സീറ്റുകളും LDF ആണ് വിജയിച്ചത്. ഇത്തവണയും പരമാവധി 4 സീറ്റ് എന്നുള്ളതാണ് അഭിപ്രായ സർവേകളുടെ ഏകദേശ കണക്ക്. അതുകൊണ്ട് തന്നെ LDF അത്തരം ജില്ലകളിൽ വലിയ മുന്നേറ്റം നടത്തിയാൽ ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷ അവർക്ക് ഇത്തരം ജില്ലകളുടെ കൂടി കണക്കുകൾ പരിശോധിച്ചാണ് അവർ എത്തുന്നത്. ആ അർത്ഥത്തിൽ മധ്യ കേരളത്തിൽ നല്ല പോരാട്ടം തന്നെ നടന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അവസാന ദിനങ്ങളിലും ഇവർക്ക് ആത്മവിശ്വാസം പകരാൻ മതിയായ കാരണങ്ങളാണ്. ഒപ്പം തന്നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കൊച്ചി മണ്ഡലം, അവിടെ ഒരു വലിയ പോരാട്ടം നടന്നു. ഒപ്പം തന്നെ കളമശ്ശേരിയിൽ മന്ത്രി P. രാജീവ് അട്ടിമറിക്കപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. ഒപ്പം തന്നെ കുന്നത്തുനാട് 2020 വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു മണ്ഡലം. അവിടെ കഴിഞ്ഞ തവണ 42,000 വോട്ടുകളാണ് 2020 നേടിയത്. ഇത്തവണ 2020 BJPക്കൊപ്പം ചേർന്ന് മത്സരിക്കുമ്പോൾ അവരുടെ വോട്ടുകൾ UDFിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ് പൊതുവായ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അവിടെ UDF എളുപ്പം വിജയിക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്നലെ LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ പറഞ്ഞത് താൻ 550ഓളം വോട്ടുകൾക്ക് വിജയിക്കുമെന്നുള്ളതാണ്. അതൊരു തോറ്റ വർത്തമാനമാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് അത് വിലയിരുത്തപ്പെട്ടത്. പാർട്ടി കണക്കുകൾ പ്രകാരം 6000 വോട്ടുകൾക്ക് CPM അവിടെ പിറകിലാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഒപ്പം തന്നെ ഇന്നിപ്പോൾ കോട്ടയത്ത് പാലാ മണ്ഡലത്തിൽ താനും തൻ്റെ പിതാവ് പൂഞ്ഞാർ മണ്ഡലത്തിലും വിജയിക്കുമെന്ന് ഷോൺ ജോർജ് പറഞ്ഞത് ഒരു കൗതുകമുണ്ടാക്കി. എന്തായാലും അവസാന ദിവസങ്ങളിലും എല്ലാവർക്കും അവകാശവാദങ്ങൾക്കുള്ള സമയമാണ്. അത് പരമാവധി രാഷ്ട്രീയ പാർട്ടികൾ അതിനുള്ള അവസരം ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. ശരി. യെസ്, എം കെ ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മധ്യ കേരളത്തെ വലിയ പ്രതീക്ഷയോടെ തന്നെ മുന്നണികൾ കാണുകയാണ്.